ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 6. ലേവിയുടെ പുത്രന്മാർ ഗേർശോൻ, കെഹാത്ത്, മെരാരി. കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിൻ്റെ മക്കൾ അഹ്റോൻ, മോശെ, മിരിയാം. അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ. എലയാസാർ ഫീനഹാസിനെ ജനിപ്പിച്ചു. ഫീനഹാസ് അബീശുവയെ ജനിപ്പിച്ചു. അബീശുവ ബുക്കിയെ ജനിപ്പിച്ചു. ബുക്കി ഉസ്സിയെ ജനിപ്പിച്ചു. ഉസ്സി സെരഹിയാവെ ജനിപ്പിച്ചു. സെരഹിയാവ് മെരായോത്തിനെ ജനിപ്പിച്ചു. മെരായോത്ത് അമരിയാവെ ജനിപ്പിച്ചു. അമരിയാവ് അഹീത്തൂബിനെ ജനിപ്പിച്ചു. അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹീമാസിനെ ജനിപ്പിച്ചു. അഹീമാസ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് യോഹാനാനെ ജനിപ്പിച്ചു. യോഹാനാൻ അസരിയാവെ ജനിപ്പിച്ചു. ഇവനാകുന്നു ശലോമോൻ യെരുശലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത്. അസരിയാവ് അമരിയാവെ ജനിപ്പിച്ചു. അമരിയാവ് അഹീത്തൂബിനെ ജനിപ്പിച്ചു. അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം ഹിൽക്കിയാവെ ജനിപ്പിച്ചു. ഹിൽക്കിയാവ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് സെരായാവെ ജനിപ്പിച്ചു. സെരായാവ് യഹോസാദാക്കിനെ ജനിപ്പിച്ചു. യഹോവ നെബൂഖദ്നേസർ മുഖാന്തരം യഹൂദയെയും യെരുശലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസാദാക്കും പോകേണ്ടി വന്നു. ലേവിയുടെ പുത്രന്മാർ ഗർശോം, കെഹാത്ത്, മെരാരി. ഗർശോമിന്റെ പുത്രന്മാരുടെ പേരുകളാവിത്: ലിബ്നി, ഷിമെയി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, മൂശി. ലേവ്യരുടെ പിതൃഭവനങ്ങളിൻ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ. ഗർശോമിന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ യഹത്ത്, അവന്റെ മകൻ സിമ്മ, അവന്റെ മകൻ യോവാഹ്, അവന്റെ മകൻ ഇദ്ദോ, അവന്റെ മകൻ സേരഹ്, അവന്റെ മകൻ യയത്രായി. കെഹാത്തിന്റെ പുത്രന്മാർ അവന്റെ മകൻ അമ്മീനാദാബ്, അവന്റെ മകൻ കോരഹ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ എൽക്കാന, അവന്റെ മകൻ എബ്യാസാഫ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ ഊരിയേൽ, അവന്റെ മകൻ ഉസിയാവ്, അവന്റെ മകൻ ഷൗൽ. എൽക്കാനായുടെ പുത്രന്മാർ അവന്റെ മകൻ അമാസായി, അവന്റെ മകൻ അഹീമോത്ത്. എൽക്കാനായുടെ പുത്രന്മാർ അവന്റെ മകൻ സോഫായി, അവന്റെ മകൻ നഹത്ത്, അവന്റെ മകൻ എലീയാബ്, അവന്റെ മകൻ യെരോഹാം, അവന്റെ മകൻ എൽക്കാന. ശമുവേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ, രണ്ടാമൻ അബിയാവ്. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, അവന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ ഷിമെയി, അവന്റെ മകൻ ഉസ്സ, അവന്റെ മകൻ ഷിമെയ, അവന്റെ മകൻ ഹഗ്ഗിയാവ്, അവന്റെ മകൻ അസായാവ്. പെട്ടകത്തിന് വിശ്രമമായ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു. അവർ ശലോമോൻ യെരുശലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിന് മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു. അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു. തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ കെഹാത്യരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ ശമുവേലിന്റെ മകൻ, അവൻ എൽക്കാനായുടെ മകൻ, അവൻ യെരോഹാമിന്റെ മകൻ, അവൻ എലിയേലിന്റെ മകൻ, അവൻ തോഹയുടെ മകൻ, അവൻ സൂഫിന്റെ മകൻ, അവൻ എൽക്കാനായുടെ മകൻ, അവൻ മഹത്തിന്റെ മകൻ, അവൻ അമാസായിയുടെ മകൻ, അവൻ എൽക്കാനായുടെ മകൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ അസരിയാവിന്റെ മകൻ, അവൻ സഫന്യാവിന്റെ മകൻ, അവൻ തഹത്തിന്റെ മകൻ, അവൻ അസീരിന്റെ മകൻ, അവൻ എബ്യാസാഫിന്റെ മകൻ, അവൻ കോരഹിന്റെ മകൻ, അവൻ ഇസ്ഹാരിന്റെ മകൻ, അവൻ കെഹാത്തിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ, അവൻ ഇസ്രായേലിന്റെ മകൻ. അവന്റെ വലതുഭാഗത്തു നിന്ന അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫ് ബേരഖ്യാവിന്റെ മകൻ, അവൻ ഷിമേയയുടെ മകൻ, അവൻ മീഖായേലിന്റെ മകൻ, അവൻ ബയശേയാവിന്റെ മകൻ, അവൻ മൽക്കിയുടെ മകൻ, അവൻ യത്നിയുടെ മകൻ, അവൻ സേരഹിന്റെ മകൻ, അവൻ അദായാവിന്റെ മകൻ, അവൻ ഏഥാന്റെ മകൻ, അവൻ സിമ്മിയുടെ മകൻ, അവൻ ഷിമയുടെ മകൻ, അവൻ യഹത്തിന്റെ മകൻ, അവൻ ഗേർശോമിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടത്തുഭാഗത്ത് നിന്നു.
കീശിയുടെ മകൻ ഏഥാൻ, അവൻ അബ്ദിയുടെ മകൻ, അവൻ മല്ലൂക്കിൻ്റെ മകൻ, അവൻ ഹശബ്യാവിൻ്റെ മകൻ, അവൻ അമസ്യാവിൻ്റെ മകൻ, അവൻ ഹിൽക്കിയാവിൻ്റെ മകൻ, അവൻ അംസിയുടെ മകൻ, അവൻ ബാനിയുടെ മകൻ, അവൻ ഷാമേരിൻ്റെ മകൻ, അവൻ മഹ്ലിയുടെ മകൻ, അവൻ മൂശിയുടെ മകൻ, അവൻ മെരാരിയുടെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഹറോനും അവൻ്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു. അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിൻ്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രായേലിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു. അഹ്റോന്റെ പുത്രന്മാരാവിത്: അവൻ്റെ മകൻ എലയാസാർ, അവൻ്റെ മകൻ ഫീനഹാസ്, അവൻ്റെ മകൻ അബീശുവ, അവൻ്റെ മകൻ ബുക്കി, അവൻ്റെ മകൻ ഉസ്സി, അവൻ്റെ മകൻ സെരഹിയാവ്, അവൻ്റെ മകൻ മെരായോത്ത്, അവൻ്റെ മകൻ അമരിയാവ്, അവൻ്റെ മകൻ അഹീത്തൂബ്, അവൻ്റെ മകൻ സാദോക്ക്, അവൻ്റെ മകൻ അഹീമാസ്. അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ കെഹാത്യരുടെ കുലമായ അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ടു വീണത്. അവർക്ക് യഹൂദാദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലേബിന് കൊടുത്തു. അഹ്റോന്റെ മക്കൾക്ക് അവർ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യഥീരും എസ്തെമോവയും അവയുടെ പുൽപ്പുറങ്ങളും ഹീലേനും പുൽപ്പുറങ്ങളും ദെബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേത്ത് ഷേമെഷും പുൽപ്പുറങ്ങളും ബെന്യാമീൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അല്ലേമെത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു. കുലം കുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ 13. കെഹാത്തിന്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് 10 പട്ടണം കൊടുത്തു. ഗെർശോമിന്റെ മക്കൾക്ക് കുലം കുലമായി ഇസ്സാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെ ഗോത്രത്തിലും 13 പട്ടണം കൊടുത്തു. മെരാരിയുടെ മക്കൾക്ക് കുലം കുലമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലുൻ ഗോത്രത്തിലും ചീട്ടിട്ട് 12 പട്ടണം കൊടുത്തു. ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു. കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ എഫ്രൈം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സങ്കേത നഗരങ്ങളായ എഫ്രൈം മലനാട്ടിലെ ഷേഖേമും പുൽപ്പുറങ്ങളും ഗേസരും പുൽപ്പുറങ്ങളും യൊക്മേയാമും പുൽപ്പുറങ്ങളും ബേത്ത് ഹോരോനും പുൽപ്പുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗത്ത്-രിമ്മോനും പുൽപ്പുറങ്ങളും മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും കെഹാത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു. ഗെർശോമിന്റെ പുത്രന്മാർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിന്റെ കുലത്തിൽ ബാശാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തരോത്തും പുൽപ്പുറങ്ങളും ഇസ്സാഖാർ ഗോത്രത്തിൽ കേദശും പുൽപ്പുറങ്ങളും ദാബരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനേമും പുൽപ്പുറങ്ങളും ആശേർ ഗോത്രത്തിൽ മാശാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹൂക്കോക്കും പുൽപ്പുറങ്ങളും രഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ കേദശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിര്യത്തയീമും പുൽപ്പുറങ്ങളും കൊടുത്തു. മെരാരി പുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബൂലുൻ ഗോത്രത്തിൽ റിമ്മോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരിഹോവിന് സമീപത്ത് യോർദാനക്കരെ യോർദാന് കിഴക്ക് രൂബേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസ്സയും പുൽപ്പുറങ്ങളും കെദേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലെയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനീയമും പുൽപ്പുറങ്ങളും ഹെശ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു.